അല്ല, അത് നമ്മൾ പ്രൊജുഡീസ് ചെയ്യേണ്ട, മുൻകൂട്ടി കാണണ്ട. അദ്ദേഹത്തിൻ്റെ അപ്പർ ഹാൻഡിൽ നിന്ന് മറികടന്നുകൊണ്ടാണല്ലോ DGPയെ തന്നെ ഡയറക്റ്റ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ DGPയെക്കുറിച്ച് അന്വേഷിച്ചിടത്തോളം നല്ല മനുഷ്യനാണ് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇതൊരു മനുഷ്യത്വമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സീനിയർ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇത് അന്വേഷിക്കുമ്പോൾ ആ മനുഷ്യത്വവും ആ സാമൂഹ്യ പ്രതിബദ്ധതയും സത്യസന്ധമായ അന്വേഷണത്തിൽ വെളിവാക്കപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഗുണപരമായ ചില ഇടപെടലുണ്ടായി, ഉദ്യോഗസ്ഥർക്ക് നടപടികളുണ്ടായി എന്ന് പറയുമ്പോൾ അർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ താങ്കൾ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഗുരുതരമായ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അത് പാർട്ടി ഇതുവരെ ഗവനിച്ചില്ല. അതൊരു പ്രതികരണമൊക്കെ അനുകൂലമായ പ്രതികരണം ഉണ്ടായില്ല. അത്തരത്തിലൊരു പ്രതികരണം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഈ ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നോ കമന്റ്സ് ഓൺ പൊളിറ്റിക്സ്. അത് ഞാൻ പറയും. വൺ മിനിറ്റ്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ നിങ്ങളുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ മറ്റാരുടെയും താല്പര്യപ്രകാരം ഇതിനെ വീണ്ടും വളച്ചൊടിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നോ കമന്റ്സ് ഓൺ പൊളിറ്റിക്സ്. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ അഭിപ്രായമേ പറയില്ല, ആരും ചോദിക്കണ്ട. ഞാൻ ഈ ഉന്നയിച്ചിരിക്കുന്ന കേസുകളുടെ പിന്നാലെ ഈ അന്വേഷണ ഏജൻസിയുമായി അവരെ സഹായിക്കാൻ തെളിവുകൾ നൽകുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം മാത്രമേ ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. MR അജിത് കുമാറിന് മാത്രമാണോ ഈ ഇടപെടലിൽ മറ്റേ ഈ മാമി കേസിന്റെ തിരോധാനത്തിൽ പങ്കുള്ളത്, അല്ലെങ്കിൽ സുജിത് ദാസിനുണ്ടോ അത്തരമൊരു? അല്ല, അത് ഇപ്പോൾ നമുക്ക് പറയാനായിട്ടില്ല. MR അജിത് കുമാറിൻ്റെ ഒരു കറുത്ത കൈകൾ ഇതിൻ്റെ പിന്നിൽ എനിക്ക് വിസിബിൾ ആവുന്നുണ്ട്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അന്വേഷണത്തിന് അതിന് ഉതകുന്ന തെളിവുകളുണ്ട്. അത് അന്വേഷണത്തിൽ വെളിവാക്കപ്പെടുകയുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മാമി തിരോധാനമായി ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടതാണോ, ഈ പറയുന്ന ഇത്ര ക്രിമിനൽ സംഘങ്ങളുടെ കേന്ദ്രങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. സ്വാഭാവികമായും 13 മാസം കാണാത്ത ഒരാളെ, അതൊരു സാധാരണ മനുഷ്യനല്ല, ഈ നാടും സമൂഹവുമായി ബന്ധപ്പെട്ട മനുഷ്യൻ, ഒരുപാട് കച്ചവട ബന്ധങ്ങളുള്ള മനുഷ്യൻ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരു സൂചനയെങ്കിലും നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഒരു സൂചനയും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടൊരു മനുഷ്യനുണ്ടാകുന്ന കോമൺ സെൻസിൻ്റെ ഭാഗമായി മാമി കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതിപ്പോഴും സംശയിക്കുന്നു. പറഞ്ഞില്ലേ മാഷേ, MR അജിത് കുമാറിൻ്റെ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചില്ലേ. MR അജിത് കുമാർ ആ വിഷയത്തിൽ ഇതിൻ്റെ എല്ലാം കൊടി ഈ പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് ഞാൻ ആവർത്തിച്ച് പറയാം. ഞാൻ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടാണ് കേരളത്തിലെ ഒരു ADGPയെക്കുറിച്ച് ഞാൻ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് പറയുന്നത്. അദ്ദേഹം നൊട്ടോറിയസ് ക്രിമിനലാണ് എന്ന് കേരളം കണ്ടിരിക്കും. ഇപ്പോൾ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായി അന്വേഷണം നടത്തി. അത് മാറും. കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഇപ്പം എന്താ 4 ദിവസം ലീവിന് പോയത്? എന്താ നിങ്ങളത് ചോദിക്കാത്തത്? അല്ല, ഒരു മിനിറ്റ്. ഇപ്പം അദ്ദേഹം 4 ദിവസം ലീവിന് പോയി അപേക്ഷിച്ചെന്നല്ലേ പറഞ്ഞു? ഒരു മിനിറ്റ് ആയിക്കോട്ടെ. നേരത്തെ അപേക്ഷിച്ചപ്പോൾ ക്യാൻസൽ ചെയ്യാമല്ലോ. ഈ ഒരു സിറ്റുവേഷനിൽ ക്യാൻസൽ ചെയ്തൂടെ? ആരെയും അറസ്റ്റ് ചെയ്യും അദ്ദേഹത്തെ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം 4 ദിവസം, എന്താ സുജിത് ദാസ് 3 ദിവസം ലീവ് എടുത്ത് പോയത്? അത് തന്നെയാണ്. അതുപോലെ ആയിരിക്കില്ലേ ഇത് എന്നല്ല. അതിൽ അച്ഛൻ്റെ 2 മക്കളാ. ഏത്? ഈ സുജിത് ദാസും MR അജിത് കുമാറും. മറ്റാൾ ഏട്ടനാണ്. ആര്? അജിത് കുമാർ, അതിൻ്റെ അനിയൻ. ഇത് കള്ളൻ്റെ ഒപ്പം കക്കുകയും പിന്നെ കഞ്ഞി വെക്കുകയും പിന്നെ ഛർദ്ദിക്കുകയും ചെയ്ത ടീമുകളാണ്. സുജിത് ദാസിൻ്റെ എന്നോടുള്ള ഫോൺ സംഭാഷണം കേട്ടവരാണല്ലോ നിങ്ങൾ. ആരാണ് അക്നോളജ് ചെയ്യുന്നത്? PV അൻവർ അല്ല ADGP അജിത് കുമാർ ക്രിമിനലാണെന്ന് പറയുന്നത്. മലപ്പുറം SPക്ക് ADGP അജിത് കുമാർ മണ്ണ് പിടിക്കാനും മണൽ പിടിക്കാനും വിട്ടിട്ട് DGP അജിത് കുമാർ സാർ അവിടുത്തെ കൊട്ടേഷൻ കൈകാര്യം ചെയ്യണം. അത് ആ പൊട്ടന് മനസ്സിലാകുമെന്ന് ആരാ ചോദിക്കുന്നത്? സുജിത് ദാസ് അല്ലേ? ഞാനല്ല അക്നോളജ് ചെയ്യുന്നത്. അദ്ദേഹം കൊല്ലിക്കുകയും ചെയ്യുന്ന എന്ന് പറഞ്ഞതാരാ? ഈ IPS ഉദ്യോഗസ്ഥനാ. ഞാനല്ല. നിങ്ങൾ കേട്ടതല്ലേ? എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടില്ലേ? പിന്നെന്താ മിണ്ടാത്തത്? അപ്പോൾ അതല്ലേ ഇതിലെ വിഷയം.